കുറച്ച് സ്ലോ ആയിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള അറ്റൻഷൻ പ്രോബ്ലം ഒക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ മറ്റ് ഡെഫിഷ്യൻസികളോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ പോലെ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതായതുകൊണ്ട് ഇത്തരം കുട്ടികൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇത്തരം കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെന്നൊക്കെ പറയുന്നത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അവർക്ക് അമിതമായ ഒരു എനർജി ഉണ്ട്. നമ്മൾ അവരെയൊക്കെ നല്ല കളിക്കളത്തിലൊക്കെ ഇറക്കി വിടുകയും ധാരാളം കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ അവസരങ്ങൾ കൊടുക്കുകയും ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെയുള്ള ഒരു ലോകത്ത് അവരെ വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്താൽ അത്തരം കുട്ടികളൊക്കെ ഒരുവിധമൊക്കെ അത്തരം സാഹചര്യങ്ങളുമായിട്ടൊന്ന് കൺവേർജ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ എൻറ്റിറ്റി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇത്തരം കുട്ടികൾക്ക് കളിക്കാനൊന്നും അവസരം കൊടുക്കാതിരിക്കുക, അവരെ എപ്പോഴും ആക്ഷേപിക്കുക, അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അവരെ കുറ്റം പറയുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ടീനേജിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ മോശപ്പെട്ട സ്വഭാവമുള്ളൊരു കുട്ടിയായി തീരുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ സ്ലോ ലേണേഴ്സായിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് അതിന് പറ്റിയ രീതിയിലൊക്കെ അവരുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കി കൊടുക്കാൻ സഹായിക്കുക, അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ സ്നേഹിക്കുക, അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുക, അവരും വേണ്ടതാണെന്ന് അവരോട് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോഴാണ് അവർ നല്ല മനുഷ്യരായി, ഒരു സാധ്യതയുള്ളവരായി, എന്തെങ്കിലുമൊക്കെ അനുഗ്രഹമുള്ളവരായി അവർ മാറുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇത്തരം കുട്ടികളെപ്പോലെ സ്നേഹമുള്ളവരും ഇത്തരം കുട്ടികളെപ്പോലെ സഹായികളും ആയിട്ടുള്ള മനുഷ്യരില്ല. നമ്മളൊക്കെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്നത് ഇത്തരം കുറവുള്ള മനുഷ്യരായിരിക്കും. പക്ഷെ അവരുടെ കുറവുകളോട് നമ്മൾ ഇന്നും ചേർന്ന് നിന്നാൽ നാളെ നമ്മുടെ പ്രയാസങ്ങളിൽ അവരും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.